സുഹൃത്തുക്കളെ നമസ്കാരം. ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളെ രണ്ട് വീടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ലൊക്കേഷനൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ട് നല്ല നല്ല വീടുകൾ ചോദിക്കുന്നുണ്ട്. അത് പ്രൈം ലൊക്കേഷനിലായിട്ട് അത് ചെറിയ ബഡ്ജറ്റിലേക്ക് വീട് നോക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീട് കൂടിയാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്ന കളർ കോമ്പിനേഷനിലും ഒക്കെ ഒരുക്കിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഡിസൈനിങ്ങിൽ ഒരുക്കിയിരിക്കുന്ന ചെറിയ ബഡ്ജറ്റിലുള്ള രണ്ട് വീടുകൾ. അപ്പോൾ ഇതിന്റെ കോമ്പൗണ്ട് വാളൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ രാജഗിരി ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അതുപോലെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരികയാണെങ്കിൽ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളൂ. ആലുവ പെരുമ്പാവൂർ റൂട്ടിലാണ്, മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്, ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കടുപ്പ കല്ലുകൾ വിരിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട്. അപ്പോൾ ഈ കാണുന്ന രണ്ട് വീടുകളാണ്. ഇത് വരുന്നത് 4700 4800 ആയിട്ടാണ് വരുന്നത്. അത് 4800 ഇത് 4700 ആണ്. അതുപോലെ തന്നെ ഇത് 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കിണർ സൗകര്യമുണ്ട്. ഈസ്റ്റ് ഫേസ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതുപോലെ എലിവേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു ബോക്സി ടൈപ്പ് വീടാണ്. അതുപോലെ തന്നെ നമുക്ക് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു 2-3 പേർക്ക് ഇരിക്കാവുന്ന ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലൊക്കെ അത്യാവശ്യം നടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് വീട് അത് 1710 സ്ക്വയർ ഫീറ്റും ഇത് 1710 പ്ലസ് കോമൺ ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 437 കോമൺ ഏരിയ ആണ്. അതുപോലെ മെയിൻ ഡോറ് വേണ്ട, രണ്ട് ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇവിടെയായിട്ടൊരു ചെറിയൊരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ്, അതുപോലെ സീലിംഗ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പൊ ഏകദേശം ഒരു കോർണർ സിറ്റി ഒക്കെ ഇടാവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് ആണ്. അതുപോലെ നമുക്ക് കയറി വരുമ്പോൾ ഇവിടെ TV യൂണിറ്റ് ഈ ഭാഗത്ത്, അതുപോലെ പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഈ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ ആയിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ്. ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തും നമുക്ക് അത്യാവശ്യം ഒരുപാട് സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ വാഷ് ബേസിൻ കൗണ്ടറിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കും അതുപോലെ അത് ഇവിടെയായിട്ട് ചെറിയൊരു ഷെൽഫും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസും അതുപോലെ താഴത്തായിട്ട് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് ആയിട്ട് അവിടെ സ്പേസ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പൊ താഴെ 2 ബെഡ്റൂം ഉണ്ട്, മേളിൽ 2 ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂം എല്ലാം അറ്റാച്ച്ഡ് ആണ്. മോഡുലർ കിച്ചൺ ആണ്. കിച്ചൺ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ തന്നെ ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന എല്ലാം മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന വെനീർ ലാമിനേഷനിൽ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വീടിന്റെ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. കണ്ടാ, വർക്ക് ഏരിയയും അതുപോലെ കിച്ചണും കണ്ടാ, ഇത്ര സ്പേസ് കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പർ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പാർട്ടീഷൻ ഒരു വലിയ രീതിയിൽ തന്നെ പാർട്ടീഷൻ മറക്കാതെ തന്നെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെ കൊടുത്താണ് അത് ചെയ്തിരിക്കുന്നത്. ഹോബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്പർ ക്യാബിനറ്റ്സിലേക്ക് വരികയാണെങ്കിലും നല്ല ഒരുപാട് സ്പേസ് സ്റ്റോറേജ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മേളിൽ ഇത് കൂടാതെ തന്നെ നമുക്കൊരു ആ പുറത്തെ ഭാഗത്ത് വർക്ക് ഏരിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പൊ നമുക്ക് ബെഡ്റൂമിലേക്ക് കിടക്കാം അല്ലേ. വാ, ആ സീലിംഗ് വർക്കൊക്കെ നോക്കിയേ, കണ്ടാ, മനോഹരമായി തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്, വാം ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം ഒരു 10-11 സൈസോളം വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. അതിൽ വാൾറോബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആണ്. കണ്ടാ, ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ബ്ലൂ കളറിൽ ടൈലും അതുപോലെ വൈറ്റ് ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത്. അപ്പൊ അടുത്ത ബെഡ്റൂമിലേക്ക് പോകട്ടെ. വാ, ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതില്
ഇതൊരു ബെഡ്റൂം വരുന്നത് കേട്ടോ. വാൾറൂബും കാര്യങ്ങളും അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് തന്നെ കടക്കാം. അപ്പൊ ഹാൻഡ് റെയിലിലേക്ക് വരികയാണെങ്കിൽ വേണ്ട, ഇത് സ്റ്റീലിന്റെ ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ ചെയ്തിരിക്കുന്നതാണ്, സ്ക്വയർ ട്യൂബിലൊക്കെ ചെയ്തിരിക്കുന്നു. അതുപോലെ ടൈലുകൾ, സ്റ്റെപ്പുകളിലായിട്ട് ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. 3 ഫേസ് കണക്ഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ വീഗാർഡിന്റെ വയറിംഗ് വരുന്നുണ്ട്. ഇതൊരു ലിവിങ് സ്പേസ്. TV യൂണിറ്റ് വേണമെങ്കിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ അതെ, ഇവിടെ ഒരു ബെഡ്റൂം. ഇത് ചെറിയ ബെഡ്റൂമാണ് കേട്ടോ. ഇത് ചെറിയ ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് ആണ്. പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം, ഇതൊരു ബെഡ്റൂം കേട്ടോ. അപ്പൊ 3 ബെഡ്റൂമും വലിയ സ്പേസ് കൊടുത്ത് പണിതിട്ടുണ്ട്. അതുകൂടാതെ ഒരു ബെഡ്റൂം, ചെറിയ ബെഡ്റൂം. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോമൺ ഏരിയ ഉണ്ട്. കോമൺ ഏരിയ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ഈ റൂമിൽ നിന്ന് തന്നെ ഉണ്ടല്ലോ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബാൽക്കണി വരുന്നത്. ടഫ്ലൻഡ് ഗ്ലാസ്സിൽ സ്റ്റീലിന്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. അൺപൊല്യൂട്ടഡ് ഏരിയ ആണ്. പിന്നെ തൊട്ടടുത്ത് രാജഗിരി ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, 1 കിലോമീറ്റർ. മെയിൻ ജംഗ്ഷനിലേക്കാണെങ്കിലും നമുക്ക് 1 കിലോമീറ്റർ ഇല്ലാട്ടോ, ഒരു 800 മീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉള്ളൂ. മാക്സിമം പോയ 800 മീറ്റർ. കണ്ടാ, ഈ ഓപ്പൺ ഏരിയ വളരെയധികം സ്പേസ് നമുക്ക് ഓപ്പൺ ഏരിയയിലുണ്ട്. ഇത് വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്ത് മറക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മേളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ബ്രൗഷർ കൊടുത്തിട്ടുണ്ട്. അലക്കി വിരിച്ചിടാൻ തന്നെ ഇവിടെ തന്നെ നല്ല രീതിയിൽ അലക്കി വിരിച്ചിടാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭാഗത്തേക്ക് പോവാം. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് 4,700 സ്ഥലം വരുന്നത്. അതുപോലെ മറ്റേ ബിൽഡിംഗ് ആണെങ്കിൽ 4,800 വരുന്നത്. ഇത് 1,710 സ്ക്വയർ ഫീറ്റ് കൂടാതെ ഈ ഒരു ഓപ്പൺ ഏരിയ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് പറയുന്ന പ്രൈസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 70 ലക്ഷം രൂപയാണ്. മറ്റേ തൊട്ട് ചേർന്നുള്ള ആ വീടിന് ചോദിക്കുന്നത് 65 ലക്ഷം രൂപ. ഇത് രണ്ടും നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് രാജഗിരി, അതായത് ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ രാജഗിരി ഹോസ്പിറ്റലിനോട് തൊട്ടടുത്തായിട്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനോട് തൊട്ടടുത്തായിട്ട് എല്ലാ സൗകര്യങ്ങളും ഒത്തു വന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 2018 വെള്ളം കയറാത്ത ഏരിയ കൂടിയാണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന പ്രൈസ് 65ഉം 70ഉം ആണ്. നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ വിളിക്കുക. അപ്പം നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ പുതിയ വീഡിയോയുമായി ഇനി നമുക്ക് കാണാം അല്ലേ.